ഉന്നത പഠനത്തിനായി മക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. യുകെയിലെ ചില സർവകലാശാലകൾ ഇപ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ ട്യൂഷൻ ഫീസ് ഇളവുകളും സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട്. ചില സർവകലാശാലകളിൽ ആയിരക്കണക്കിന് പൗണ്ട് വരെ ഫീസ് കുറയുന്ന ഓഫറുകളാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസമായി തോന്നും. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫീസ് കുറച്ചു എന്നതുകൊണ്ട് മാത്രം യുകെയിൽ പഠിക്കാൻ പോകുന്നത് സുരക്ഷിതമായ തീരുമാനം ആകണമെന്നില്ല. ഈ ഡിസ്കൗണ്ടുകൾ എന്തൊക്കെയാണ് നൽകുന്നത്? യുകെയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കും? പഠനം കഴിഞ്ഞാൽ ജോലി ചെയ്യാനും പിന്നീട് വിസ മാറ്റാനും എത്രത്തോളം അവസരമുണ്ട് എന്നതെല്ലാം നോക്കിയ ശേഷമേ തീരുമാനം എടുക്കാവൂ. ആദ്യം എന്തുകൊണ്ടാണ് സർവകലാശാലകൾ ഇത്ര വലിയ ഫീസ് ഇളവുകൾ നൽകുന്നത് എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യുകെയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങളാണ് യുകെയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യുകെയിലേക്ക് പഠിക്കാൻ വരുന്നതിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണങ്ങളിലൊന്ന് യുകെയിലെ ഡിപെൻഡന്റ് വിസ നിയമങ്ങളിലെ മാറ്റങ്ങളാണ്. 2024 ജനുവരി മുതൽ സാധാരണ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ പഠിക്കാൻ എത്തുന്ന ഭൂരിഭാഗം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പങ്കാളിയെയോ കുട്ടിയെയോ ഡിപെൻഡന്റായി യുകെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രോഗ്രാംസ് പോലെയുള്ള ചില വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതിൽ വ്യത്യാസമുള്ളത്. മുൻപ് പല മലയാളി കുടുംബങ്ങളും ഈ ഡിപെൻഡന്റ് വിസ സൗകര്യം ഉപയോഗിച്ചിരുന്നു. ഒരു കുടുംബത്തിലെ ഒരാൾ യുകെയിൽ പഠിക്കുമ്പോൾ പങ്കാളിക്ക് ജോലി ചെയ്യാനും കുടുംബത്തിന്റെ ചെലവിൽ സഹായിക്കാനും സാധിച്ചിരുന്നു. പക്ഷേ ഡിപെൻഡന്റ് വിസ നിയന്ത്രണങ്ങൾ വന്നതോടെ പല കുടുംബങ്ങളും യുകെയിൽ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി ചില സർവകലാശാലകൾക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് കുറയുകയും സാമ്പത്തിക സമ്മർദ്ദം നേരിടേണ്ടി വരികയും ചെയ്തു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഉയർന്ന ട്യൂഷൻ ഫീസ് പല സർവകലാശാലകൾക്കും പ്രധാന വരുമാന മാർഗമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ചില സർവകലാശാലകൾ സ്കോളർഷിപ്പ്, ട്യൂഷൻ ഫീസ് ഡിസ്കൗണ്ട് തുടങ്ങിയ ഓഫറുകൾ നൽകുന്നുണ്ട്. ഇനി കേരളത്തിലെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. മക്കളെ യുകെയിലേക്ക് അയക്കാൻ പല കുടുംബങ്ങളും വിദ്യാഭ്യാസ വായ്പ എടുക്കുകയും വലിയ സാമ്പത്തിക ബാധ്യത എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ എനിക്ക് 8000 പൗണ്ട് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നൊരു കാര്യം മാത്രം നോക്കി തീരുമാനമെടുക്കരുത്. മൊത്തം ചെലവ് എത്ര വരും? ട്യൂഷൻ ഫീസ് എത്രയാണ്? അക്കോമഡേഷന് എത്ര ചെലവാകും? ഭക്ഷണം, യാത്ര, ഇൻഷുറൻസ് തുടങ്ങിയ ചെലവുകൾ എത്രയാണ്? പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഇതെല്ലാം കൂടി നോക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പഠനം കഴിഞ്ഞുള്ള ജോലിയാണ്. യുകെയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേറ്റ് വിസ വഴി കുറച്ചു കാലം യുകെയിൽ തുടരാനും ജോലി ചെയ്യാനോ ജോലി അന്വേഷിക്കാനോ സാധിക്കും. പക്ഷേ ഈ കാലയളവ് സ്ഥിരതാമസത്തിനുള്ള ഉറപ്പല്ല. ഗ്രാജുവേറ്റ് വിസ അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു ഇമിഗ്രേഷൻ റൂട്ട് തെരഞ്ഞെടുക്കണം. സാധാരണയായി സ്കിൽഡ് വർക്കർ വിസ പോലെയുള്ള മാർഗത്തിലേക്ക് മാറാൻ യോഗ്യത നേടേണ്ടി വരും. അവിടെയാണ് പുതിയ ശമ്പള നിബന്ധനകൾ പ്രധാനമാകുന്നത്. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ആവശ്യമായ സാലറി റിക്വയർമെന്റ് പല ജോലികൾക്കും കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. പുതിയതായി പഠനം പൂർത്തിയാക്കിയവർക്ക് ചില സാഹചര്യങ്ങളിൽ സാലറി കൺസെഷൻ ലഭിച്ചേക്കാം. എങ്കിലും യോഗ്യമായ ജോലി കണ്ടെത്താനും അതിന് ആവശ്യമായ സാലറി ത്രെഷോൾഡ് നിറവേറ്റുകയും കൂടാതെ വിസ സ്പോൺസർഷിപ്പ് നൽകാൻ തയ്യാറുള്ള എംപ്ലോയറിനെ കണ്ടെത്തുകയും വേണം. അതുകൊണ്ട് യുകെയിൽ പഠിച്ചാൽ ജോലി ഉറപ്പാണ് എന്ന രീതിയിൽ ചിന്തിക്കരുത്. ഇനി ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയുമായി ബന്ധപ്പെട്ട് ഡിപെൻഡന്റ് റൂൾസിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ച് ഡിപെൻഡന്റ് വിസ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നഴ്സിംഗ്, ഹെൽത്ത് കെയർ, സോഷ്യൽ കെയർ തുടങ്ങിയ മേഖലകളിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ പോകുന്നവർ നിലവിലെ വിസ റൂൾസ് പ്രത്യേകം പരിശോധിക്കണം. ഇത്രയും നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ യുകെയിൽ പഠിക്കാൻ പോകുന്നതിൽ ഇപ്പോഴും ഗുണമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. അത് നിങ്ങളുടെ ലക്ഷ്യത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ലക്ഷ്യം നല്ലൊരു വിദേശ സർവകലാശാലയിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടുക എന്നതാണെങ്കിൽ ഇപ്പോഴത്തെ ട്യൂഷൻ ഫീസ് ഡിസ്കൗണ്ട് ഒരു നല്ല അവസരമാക്കാം. ഉദാഹരണത്തിന് വലിയ ഫീസ് ഇളവ് ലഭിച്ചാൽ മൊത്തം വിദ്യാഭ്യാസ ചെലവ് കുറയ്ക്കാൻ കഴിയും. യുകെയിൽ പഠിച്ച ശേഷം അന്താരാഷ്ട്ര ജോലി പരിചയം നേടി ഇന്ത്യയിലേക്കോ മറ്റൊരു രാജ്യത്തേക്കോ മടങ്ങി കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, IT, ഡേറ്റ, AI, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലയിൽ ശരിയായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് കരിയറിന് ഗുണം ചെയ്യും. പക്ഷേ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം യുകെയിൽ പഠിച്ച് അവിടെ തന്നെ ജോലി നേടി PR നേടണം എന്നതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ പരിശോധിക്കണം. ആ കോഴ്സിന് യുകെയിൽ ജോലി സാധ്യതയുണ്ടോ?
ആ മേഖലയിൽ സ്കിൽഡ് വർക്കർ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളുണ്ടോ? കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്ന ജോലി ആവശ്യമായ സാലറി ത്രെഷോൾഡ് നിറവേറ്റുന്നുണ്ടോ? ഗ്രാജുവേറ്റ് വിസ കഴിഞ്ഞ് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറാൻ യഥാർത്ഥ സാധ്യതയുണ്ടോ? ഇതെല്ലാം പരിശോധിക്കണം. മറ്റൊരു പ്രധാന വിഷയം പാർട്ട് ടൈം ജോബ്സ് ആണ്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത് മുഴുവൻ ലിവിംഗ് എക്സ്പെൻസ് കണ്ടെത്താം എന്ന ധാരണയിൽ മാത്രം UK പോകുന്നത് അപകടകരമാണ്. ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ട്യൂഷൻ ഫീ മാത്രമല്ല, കുറഞ്ഞത് ആദ്യ മാസങ്ങളിലെ അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ട് തുടങ്ങിയ ചെലവുകൾക്കുള്ള പണവും മുൻകൂട്ടി കണക്കാക്കണം. മലയാളി മാതാപിതാക്കൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഒന്നാമതായി, ഡിസ്കൗണ്ട് കണ്ടിട്ട് മാത്രം യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുക്കരുത്. രണ്ടാമതായി, കോഴ്സ് കഴിഞ്ഞുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പരിശോധിക്കുക. മൂന്നാമതായി, ആ കോഴ്സിൽ നിന്ന് സ്കിൽഡ് വർക്കർ സ്പോൺസർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നാലാമതായി, ട്യൂഷൻ ഫീസ് മാത്രം നോക്കാതെ മുഴുവൻ പഠന ചെലവും കണക്കാക്കുക. അഞ്ചാമതായി, ഡിപെൻഡന്റ് വിസ, ഗ്രാജുവേറ്റ് വിസ, സ്കിൽഡ് വർക്കർ വിസ തുടങ്ങിയ നിലവിലെ നിയമങ്ങൾ ഔദ്യോഗിക UK ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി പരിശോധിക്കുക. UK പുതിയ സ്റ്റുഡന്റ് വിസ, വർക്ക് വിസ, ഇമിഗ്രേഷൻ മാറ്റങ്ങളും വിദേശ പഠന അവസരങ്ങളും സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.